വിഷ്ണു മഞ്ജു നായകനായിട്ടെത്തുന്ന കണ്ണപ്പ സിനിമയിലെ ലാലേട്ടൻ്റെ ഫസ്റ്റ് ലുക്ക് അഥവാ ക്യാരക്ടർ പോസ്റ്റർ ഇന്ന് വന്നു. സിനിമയിലെ ലാലേട്ടൻ്റെ പോസ്റ്റർ എനിക്ക് അത്ര അധികം ഇഷ്ടമായില്ല. ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് കിരാത എന്ന് കേട്ടപ്പോൾ അതാരാണെന്ന് അറിയാൻ ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. അങ്ങനെ കിരാത എന്ന ആ ഒരു ക്യാരക്ടറിനെ പറ്റി അന്വേഷിച്ച് പോയപ്പോൾ ഭഗവാൻ ശിവൻ്റെ ഒരു അവതാരമാണ് ഈ ഒരു കിരാതമൂർത്തി എന്നാണ് പറയുന്നത്. കിരാതമൂർത്തിയുടെ കഥയായിട്ട് ഐതിഹ്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്. ശിവൻ കിരാതമൂർത്തിയുടെ രൂപത്തിൽ അവതരിച്ച് അർജുനന് പാശുപതാസ്ത്രം നൽകുന്നതായി പറയപ്പെടുന്നു. ഇതാണ് മെയിൻ ഐതിഹ്യം. ഇനി കുറച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, അർജുനൻ ധനുർവേദത്തിൽ പരിശീലനം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിക്കാത്ത ഒരു അസ്ത്രമായിരുന്നു പാശുപതാസ്ത്രം. ഈ അസ്ത്രം ലഭിക്കാനായി അദ്ദേഹം കഠിനമായി തപസ് ചെയ്തു. തൻ്റെ തപസ്സിനാൽ പ്രസാദിച്ച ശിവൻ അർജുനന് അസ്ത്രം നൽകാൻ തയ്യാറായി. അർജുനൻ്റെ യോഗ്യത പരിശോധിക്കാനായി ശിവൻ കിരാതമൂർത്തിയുടെ വേഷത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു ദിവസം അർജുനൻ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ വെച്ച് ഒരു മൃഗത്തെ വേട്ടയാടുന്ന ഒരു കിരാതനെ കണ്ടുമുട്ടി. അർജുനൻ ആ മൃഗത്തെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ കിരാതനും ആ ഒരു മൃഗത്തെ വേട്ടയാടാൻ ശ്രമിച്ചു. ഇരുവരും തമ്മിൽ വലിയ തരത്തിൽ വാക്കുതർക്കം ഉണ്ടായി. പിന്നീട് അത് യുദ്ധമായി. അർജുനൻ തൻ്റെ എല്ലാ അസ്ത്രങ്ങളും ഉപയോഗിച്ചിട്ടും കിരാതനെ വധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അർജുനന് താൻ യുദ്ധം ചെയ്യുന്നത് ശിവനോടാണെന്ന് മനസ്സിലായത്. ഉടനെ അർജുനൻ ശിവനോട് കഴിഞ്ഞ കാര്യങ്ങൾക്ക് ക്ഷമ ചോദിച്ചു. ശിവൻ പ്രത്യക്ഷനായി അർജുനന് പാശുപതാസ്ത്രം നൽകി. കണ്ണപ്പ എന്നൊരു സിനിമയിൽ ശിവൻ്റെ റോളിലെത്തുന്നത് അക്ഷയകുമാറാണ്. അപ്പോൾ അക്ഷയകുമാറിൻ്റെ ഒരു അവതാരമാണ് നമ്മുടെ ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ ചെയ്യുന്ന കിരാതൻ. ഇപ്പോൾ ലാലേട്ടൻ്റെ കിരാതൻ എന്ന ക്യാരക്ടറിന് പലതരത്തിലുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ആദ്യം കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടറിന് ഇത്തരത്തിലുള്ള രീതിയിൽ തന്നെയാണ് കോസ്റ്റ്യൂം ചെയ്യേണ്ടത്. കാരണം പക്ക ഒരു കാട്ടുവാസിയാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെയാണ് ഈ ഒരു കോസ്റ്റ്യൂം പിടിച്ചിരിക്കുന്നത്. കേരളത്തിൽ പല അമ്പലങ്ങളിലുള്ള വേട്ടക്കാരൻ എന്ന ദൈവം ഈ ഒരു കിരാതമൂർത്തിയാണ്. എക്സിൽ ലാലേട്ടൻ്റെ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി വിഷ്ണു മഞ്ജു ചെറുതായിട്ടൊരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. മോഹൻലാൽ എന്നത് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ആക്ടറാണെന്നും അദ്ദേഹവുമായി സ്പേസ് പങ്കിടാനുള്ള ബഹുമതി എനിക്കുണ്ടായെന്നും ഈ പോസ്റ്ററിലെ ഈ മുഴുവൻ സീക്വൻസ് തിയേറ്ററിൽ ബ്ലാസ്റ്റ് ആയിരിക്കുമെന്നാണ് വിഷ്ണു മഞ്ജു പറയുന്നത്. കിരാത എന്ന ക്യാരക്ടറിനെ പറ്റി അറിയുകയാണെങ്കിൽ അത്രയും പവർഫുള്ളായുള്ള ഒരു ക്യാരക്ടറാണ്. എന്തായാലും ഈ ഒരു സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ മോശമാവില്ലെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ബാഹുബലിയൊക്കെ പോലെ ആക്കാൻ നോക്കിയ സിനിമകളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. എന്തായാലും കണ്ണപ്പയിൽ ആ ഒരു പ്രശ്നം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.